ഓണപരീക്ഷയ്ക്ക് 2ാം ക്ലാസ്സിലെ മാത്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ് വരക്കാനും അതുപോലെ എഴുതാനുമുള്ള ആക്ടിവിറ്റിയാണ്. എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി പിക്ചർ ഓഫ് ദി ഹൗസ് ആൻഡ് കളർ ഇറ്റ്. ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം പൂരിപ്പിക്കണം. അതുപോലെ അതിന് കളർ കൊടുക്കുകയും വേണം. ഇങ്ങനെ വരക്കുക. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട്, ഒരു ലൈന് നമുക്ക് ഇങ്ങോട്ട് വരക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടുന്ന് ഒരു ലൈന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കാം. ഇങ്ങനെ താഴോട്ട് ഒരു ലൈന് വരക്കാം. ലൈനാണ് വരക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ലൈന് വരക്കുക. ഡോറിൻ്റെ ഇവിടെ ഇതേപോലെ തന്നെ ആ ഒരു ലൈനിന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുക. ജനൽ എവിടെയാണുള്ളത്? ഈ ഒരു സെൻറ്ററിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ ഇവിടെ തന്നെ വരക്കണം. ഇവിടെ ഇങ്ങനെ ഈ കള്ളിയിൽ ഇങ്ങനെ ഈ കള്ളി കറക്റ്റായിട്ട് വരക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വീട് പൂർത്തിയാക്കാം ഇവിടെ ലൈൻസ് ഉണ്ട് അപ്പോൾ ഈ ലൈൻസ് ഇങ്ങനെ താഴോട്ട് ഈ ലൈനുമ്മ കൂടി അവിടെ അടിയിൽ ലൈന് കണ്ടില്ല, അങ്ങനെ ലൈന് വരക്കുക. ആരോ അല്ല കേട്ടോ, ലൈനാണ് വരക്കേണ്ടത്. ഇങ്ങനെ വരയിടുക ഇതേപോലെ ഇവിടേക്കും വരയിടുക വര ഇങ്ങനെ ഇടുക. ഇവിടേക്കും ഉണ്ടല്ലോ ഒരു വര, അപ്പോൾ അത് ഇടുക. അങ്ങനെ ലൈന് വരക്കുക അങ്ങനെ ഇതേപോലെ. ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെ ഇങ്ങോട്ടും വരക്കുക ഇങ്ങനെ വരച്ചു. വീടിൻ്റെ വാതിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ വരണല്ലേ വാതിൽ. ഒരു ഭാഗം അവിടെ തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ മറ്റേ ഭാഗം നമ്മൾ ഇങ്ങനെ വരക്കണം. അതേപോലെ ഈ സൈഡിൻ്റെ മറ്റേ ഭാഗം ഇങ്ങോട്ട് വരച്ചു. ഇവിടെ സെൻറ്ററിലാണ് ജനലില്ലേ, അപ്പോൾ അതേപോലെ ഈ ഭാഗത്തും ഒരു ജനലില്ലേ. അതേപോലെ നമ്മൾ പൂർത്തിയാക്കുക. എന്നിട്ട് മനോഹരമായിട്ട് കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കളർ കൊടുക്കുമ്പോൾ മേൽക്കൂരൊക്കെ എന്താണ് ഒരു കളർ കൊടുക്കണം വീടിൻ്റെ മുൾഭാഗം ചുമരിനൊക്കെ ഒരു പെയിൻറ്റ് കൊടുക്കുക. എന്നിട്ട് വാതിലിന് ഒരു കളർ കൊടുക്കുക, ജനലിന് വേറെ കളർ കൊടുക്കുക. ബി ക്വസ്റ്റ്യൻ ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ്. കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഷേപ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഷേപ്സ്. എത്ര ഷേപ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഈ ബോക്സിൽ എഴുതണം. എത്ര ഷേപ്സ് ഉണ്ട്? സർക്കിളാണല്ലേ ഇത്, വട്ടത്തിലുള്ളത് സർക്കിളാണ്. എത്ര സർക്കിൾ ഉണ്ട് ഇവിടെ എണ്ണി നോക്കണം കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 3 സർക്കിൾ, 4 5 ഇവിടെ 5 സർക്കിൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് 5 കഴിഞ്ഞാൽ 6 7 8 9 10 അങ്ങനെ ടോട്ടൽ 10 സർക്കിൾസ് ഉണ്ട്. അത് അപ്പോൾ നമ്മളിവിടെ ഹെഡ് കൗണ്ട് ചെയ്യാൻ വിട്ടില്ലേ ഹെഡ് റൗണ്ടിലല്ലേ സർക്കിളല്ലേ, അപ്പോൾ ഹെഡോടി കൂട്ടിയാൽ 11 സർക്കിൾസ് ഉണ്ട് ഇല്ലേ. ഇതെന്താണ്? റെക്റ്റാങ്കിൾ ആണല്ലേ. റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്? ഇങ്ങനെയുള്ള ചതുരങ്ങളില്ലേ, ചതുരങ്ങൾ എത്രയുണ്ട്? റെക്റ്റാങ്കിൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ നെക്ക് ഉണ്ട് 1 2 3 4 5 ഇവിടെ 5. പിന്നെ ഇവിടെ വലിയ ഒന്നുണ്ട് 6 6 ഉണ്ട്. 7 8 9 10 അങ്ങനെ 10 റെക്റ്റാങ്കിൾസും ഉണ്ട്. ഈ ട്രയാങ്കിൾസ് എത്രയുണ്ട്? ട്രയാങ്കിൾസ് ഇവിടെ ഒന്നുമില്ല, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട് 2 ഉണ്ട്. 1 2 പിന്നെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഓരോന്നും ഇങ്ങനെ നോക്കി പോകുക. 1 2 3 4 ഇവിടെ 3ഉം 4ഉം അങ്ങനെ 4 ട്രയാങ്കിൾസ് ആണുള്ളത്. വേറെ എവിടെയെങ്കിലും ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മൂക്കോ ഒന്നുമില്ല. അപ്പോൾ എന്താണ്? ഇത്രയും ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും സർക്കിളും. ആക്ടിവിറ്റി 2 എന്താ? രണ്ടാമത്തെ ചോദ്യം ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ എ കംപ്ലീറ്റ് ദി മിസ്സിങ് കോളംസ് മിസ്സായിട്ടുള്ള കോളം കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ബ്ലാങ്ക് ആണല്ലേ മിസ്സിങ് കോളം ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം വിട്ട ഭാഗം പൂരിപ്പിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? ഇവിടെ നോക്കൂ, ഇവിടെ 3 10s ഉണ്ട് ആൻഡ് 4 1s 1 2 3 4 4 1s 3 10s 30 3 10s 30 അല്ലേ. 1 10 20 30 30ഉം 4ഉം 34 നമുക്കറിയാം 34 34ൽ ഇത് എന്താണ്? 1s പ്ലേസ് ഇത് 10s പ്ലേസ് ആണല്ലേ. 1s പ്ലേസ് 10s പ്ലേസ് 30 + 4 ആണ് 34 അപ്പോൾ 30യെ 3 10s എന്ന് എഴുതി 3 10s അല്ലേ ഇതിലുള്ളത്. ഇത് 1s പ്ലേസ്, ഇത് 10s പ്ലേസ്. അപ്പോൾ 10s പ്ലേസിൽ എത്രയാണ്? 3 10s ആണുള്ളത്. 3 10s 1s പ്ലേസിൽ 4 1s 4 1s വേണ്ട 4 ആവാൻ 4 ഒന്നുകൾ ചേരുമ്പോഴല്ലേ 4 ആവുക. 1 2 3 4 4 ആവണേൽ 4 1s 1 2 3 4 അപ്പോൾ 4ൻ്റെ 1സിൻ്റെ സ്പേസിൽ 4 1s 10സിൻ്റെ സ്പേസിൽ 3 10s. ഇവിടെ 10സിൻ്റെ പ്ലേസിൽ ഒരു 10 ആണുള്ളത് ഒരു 10 ആണുള്ളത്. അപ്പോൾ 10സിൻ്റെ സ്പേസിൽ നമുക്ക് 1 എന്ന് എഴുതാം. 1സിൻ്റെ പ്ലേസിൽ എത്ര 1 ഉണ്ട് 4 1 ഉണ്ട്. അപ്പോൾ 4 എന്ന് എഴുതാം 4 1 ആണ് ഇവിടെ 1സിൻ്റെ സ്പേസിലുള്ളത്. അതുകൊണ്ട് നമുക്ക് 4 എന്ന് 1സിൻ്റെ പ്ലേസിൽ 4 എന്ന് എഴുതാം അപ്പോൾ 14 ആണ്. അതായത് 10 + 4 10
10 പ്ലസ് 11 12 13 14 അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇവിടെയുള്ള നമ്പർ കിട്ടും അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെയുള്ള നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താലാണ് ഈ ആൻസർ കിട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സംഖ്യ ഏതാണ്? 10 പ്ലസ് 10 എന്താണ്? 20 ആണ്. 20 പ്ലസ് എത്രയാണ്? 23 അല്ലേ. 20 പ്ലസ് 3 അല്ലേ 23. അതായത് നമ്മൾ ടെൻസ് പ്ലേസിൽ 2 ടെൻസ് അല്ലേ, 2 ടെൻസ് ആണ്. വൺസ് പ്ലേസിൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 വൺസ് ആണ് വേണ്ടത്. 3 വൺസ് ആകുമ്പോഴല്ലോ 20 പ്ലസ് 3 23 അല്ലേ. നെക്സ്റ്റ് വൺസ് പ്ലേസിൽ 4 ആണ്, അതുകൊണ്ട് 4 വൺസ് ഇട്ട്. ടെൻസ് പ്ലേസിൽ 4 ആണ്, അതുകൊണ്ട് 4 ടെൻസ് ഇവിടെ എഴുതണം അല്ലേ. 4 ടെൻസ് 1 2 3 4 അല്ലേ, 4 ടെൻസ് എഴുതണം. നെക്സ്റ്റ് ഇവിടെയും എന്താണ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെയുള്ള നമ്പർ അല്ലേ. ഇവിടെ 36 ആണ്. അപ്പോൾ വൺസ് പ്ലേസിൽ 6 വൺസ് ആണല്ലേ. അപ്പോൾ 6 വൺസ് 1 2 3 4 5 6 അല്ലേ, 6 വൺസ് എഴുതിയിട്ടുണ്ട്. ടെൻസ് പ്ലേസിൽ 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 3 ടെൻസ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് 3 ടെൻസ് ഓക്കെ 1 2 3 അല്ലേ, 3 ടെൻസ് ഈ ബോക്സിൽ എഴുതണം. 3 ടെൻസ് 30, 6 വൺസ് 6 അല്ലേ. അപ്പോൾ 30 പ്ലസ് 6 36 അല്ലേ. 3 ടെൻസ് 30, 30 പ്ലസ് 4 വൺസ് എത്രയാണ്? 4 അല്ലേ. 30 പ്ലസ് 4 34. ഫസ്റ്റ് വൺസ് പ്ലേസിൽ എത്ര ഉണ്ടോ അല്ലേ, 4 ആണ്. അപ്പോൾ 1 അല്ലേ, 4 വൺസ് എഴുതുക. ടെൻസ് പ്ലേസിൽ എത്രയാണ് നമ്പർ? 3 ആണ്. അപ്പോൾ 3 ടെൻസ് എഴുതുക. ഇവിടെ വൺസ് പ്ലേസിൽ 4 ആണ്, അപ്പോൾ 4 വൺസ് അല്ലേ, വൺസ് 4 ആണ്. ഇവിടെ ടെൻസ് പ്ലേസിൽ 1 ആണ്, അപ്പോൾ 1 10 അല്ലേ, ഒരു 10 എഴുതിയാൽ മതി. ഇവിടെ വൺസ് പ്ലേസിൽ 3 ആണ്, അപ്പോൾ 3 വൺസ് വേണം. ടെൻസ് പ്ലേസിൽ എന്താണ്? 2 ആണ്, അപ്പോൾ 2 ടെൻസ് വേണം. ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പറാണ് കിട്ടേണ്ടത്. ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. സ്മോളസ്റ്റ് നമ്പർ ഇതിലേതാണ്? സ്മോളിൽ ഏറ്റവും ചെറുത് ഇതിൽ 14 ആണല്ലേ. 14 അല്ലേ ഏറ്റവും ചെറിയ നമ്പർ അല്ലേ. അപ്പോൾ 14 നമുക്ക് ആദ്യം എഴുതാം. ഇവിടെ ബോക്സ് ഉണ്ട് കേട്ടോ, അതിൻ്റെ താഴെ ബോക്സിൽ എഴുതി കൊടുത്താൽ മതി, ബോക്സ് നിങ്ങൾ വരക്കണ്ട. അപ്പോൾ 14 ആണ് ഏറ്റവും ചെറിയ നമ്പർ. ഇതിനേക്കാൾ ചെറുത് ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ? നെക്സ്റ്റ് 23 ആണ്. അപ്പോൾ 23 എഴുതാം. നെക്സ്റ്റ് അതിനേക്കാളും വലുത് ഏതാണ്? 36 ആണോ? 44 അതിനേക്കാളും വലുതാണ്. 34 ആണോ? 36 ആണോ വലുത് അല്ലേ. 34 കഴിഞ്ഞിട്ടാണ് 36. അപ്പോൾ നെക്സ്റ്റ് 34. അപ്പോൾ അതിനേക്കാളും നെക്സ്റ്റ് വലുത് 36. ലാസ്റ്റാണ് 44 അല്ലേ, ഏറ്റവും വലുത് 44. അപ്പോൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിൽ ഏറ്റവും ചെറുതിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് എഴുതി, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക്. ഈ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ വലുതിൽ നിന്ന് ലാർജിൽ നിന്ന് ഇങ്ങനെ നേരെ തിരിച്ചിട്ടില്ല, ഏറ്റവും വലുത് ആദ്യം എഴുതുക, പിന്നെ അതിനേക്കാളും ചെറുത് അങ്ങനെ പോകണം. ഇവിടെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലെ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, സ്മോൾ ടു ലാർജിലേക്കാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ആക്ടിവിറ്റി 3 ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഹൂ ആം ഐ. ഫൈൻഡ് മീ, എന്നെ കണ്ടുപിടിക്കൂ. ആൻഡ് റൈറ്റ് ഓൺ ദി ഫ്ലവർ പോട്ട്, ഈ ഫ്ലവർ പോട്ടിൽ എന്നിട്ട് എഴുതണം ഞാൻ ആരാണെന്നില്ലേ, ഹൂ ആം ഐ, ഞാൻ ആരാണ്. റൈറ്റ് അബൌട്ട് മീ ഓൺ ഫ്ലവേഴ്സ് ആൾസോ, എന്നെ കുറിച്ചിട്ട് ഫ്ലവേഴ്സിൽ എഴുതണം അല്ലേ, ഞാൻ ആരാണെന്നുള്ളത് എന്നെ കുറിച്ചിട്ടില്ലേ. റൈറ്റ് അബൌട്ട് എന്നെ കുറിച്ചിട്ടുള്ളത് ഈ ഫ്ലവേഴ്സിൽ എഴുതുകയും വേണം. അപ്പോൾ നമുക്കിത് ആരാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ? ബിറ്റ്വീൻ 31 ആൻഡ് 33 അല്ലേ. 31ൻ്റെയും 33ൻ്റെയും ബിറ്റ്വീൻ ഇടയിലുള്ള നമ്പർ ഏതാണ്? 31ൻ്റെയും 33ൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ് ഞാനെന്ന് പറയുന്നത്. ഞാൻ ആരാണ് ഞാൻ? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ 31 കഴിഞ്ഞാൽ ഏതാണ്? 31 കഴിഞ്ഞാൽ 32 അല്ലേ, 32 ആണ് അപ്പോൾ ഞാനെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 32 എന്നീ ബോക്സിൽ എഴുതുക. ഞാൻ ആരാണ്? ഹൂ ആം ഐ 32 അല്ലേ. ബിറ്റ്വീൻ 31 ആൻഡ് 33 അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെ ബിറ്റ്വീൻ ഇടയിലുള്ളത് 32 അല്ലേ. വേറെ ലെറ്റർ ഉണ്ടോ? വേറെ നമ്പർ ഇല്ലല്ലോ. 31 കഴിഞ്ഞാൽ 32 പിന്നെ 33. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഞാൻ ആരാണ്? 32 ആണല്ലേ, ഹൂ ആം ഐ 32 അല്ലേ. ഇവിടെ ഇത് ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 10 + 10 + 10 + 2, അതും 32 ആണല്ലേ. 10 + 10 + 10 + 2 അല്ലേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0 + 0 + 0 + 2 2 1 2 3 അല്ലേ. 1 + 1 + 1 3 അല്ലേ. അപ്പോൾ 32 ആണ്. അപ്പോൾ ഇതെന്താണ്? ഹൂ ആം ഐ, ഞാൻ 32 ആണ്. അപ്പോൾ 32 എങ്ങനെയൊക്കെ കിട്ടുമോ അതൊക്കെ നമ്മൾ ഈ ഫ്ലവേഴ്സിൽ എഴുതണം അല്ലേ. 2 മോർ ദാൻ 30 അല്ലേ. 30നേക്കാളും 2 കൂടുതലാണ്, മോർ ദാൻ ആണ്. അതായത് 32 അല്ലേ. 30നേക്കാളും 2 കൂടുതലല്ലേ 32 എന്ന് പറയുന്നത്. 30 അല്ലേ, 2 മോർ ദാൻ 30 അല്ലേ. 30നേക്കാളും 2 കൂടുതലാണ് 31 32 അല്ലേ. 2 കൂടുതലാണ്, 2 മോർ ദാൻ എന്ന് പറഞ്ഞാൽ 30 31 32 അല്ലേ. അപ്പോൾ 32. അപ്പോൾ ഇതും അതാണ് 32 ആണ്. അതുപോലെ നെക്സ്റ്റ് 4 ലെസ് ദാൻ 36 അല്ലേ. 36ൽ നിന്നും ലെസ് ദാൻ ആണ്, 4 ലെസ് ആണ് അല്ലേ. 36ൽ നിന്ന് നമ്മൾ 4 ലെസ് ചെയ്താൽ 4 എണ്ണം കുറയ്ക്കണം അല്ലേ. 35 34 33 32 അല്ലേ. 4 എണ്ണം കുറച്ചു അല്ലേ. ഇതല്ലേ 4 എണ്ണം
അല്ലേ 1 2 3 4 അല്ലേ 4 മൈനസ് ചെയ്താൽ 32 കിട്ടിയില്ലേ ഇതല്ലേ നമ്മുടെ നമ്പർ 32 ആണ് ഹുവാമായി ഞാനാരാണ് 32 അല്ലേ 4 ലെസ് ആണ് അല്ലേ 4 ലെസ് ആണെന്ന് പറഞ്ഞു ഇനി നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് ഇനി എങ്ങനെയൊക്കെ എഴുതാം 36ൽ നിന്നും 4 ലെസ് ആണെന്ന് പറഞ്ഞു അല്ലേ 35ൽ നിന്നും എത്ര ലെസ് ആണ് അല്ലേ 35 എടുത്താൽ 34 33 32 എത്ര ലെസ്സാണ് അല്ലേ 3 ലെസ് അല്ലേ 3 മൈനസ് ചെയ്താലാണ് 32 കിട്ടുക അപ്പോൾ 35ൽ നിന്നും 3 ലെസ് ആണെന്ന് എഴുതാം അല്ലേ 3 ലെസ് ദാൻ 35 അല്ലേ 36 36ൽ നിന്നും 4 ലെസ് ആണ് 35ൽ നിന്നും നമുക്ക് ഇങ്ങനെ എഴുതാം 3 ലെസ് ദാൻ 35 അല്ലേ 3 ലെസ് ദാൻ 35 എന്ന് എഴുതാം അതും 32 ആണ് നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം 30 പ്ലസ് 2 32 ആണ് അല്ലേ 33 മൈനസ് 1 എന്താണ് 32 അല്ലേ 33ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അതായത് 33നേക്കാളും 1 കുറവാണല്ലേ 1 ലെസ് ദാൻ 33 അല്ലേ 1 കുറവാണ് 1 ലെസ് ദാൻ 33 എന്ന് എഴുതാം അല്ലേ 1 കുറവാണ് അല്ലേ 33നേക്കാൾ 1 കുറവാണ് അല്ലേ 36ൽ നിന്നും 4 കുറവാണെന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ 1 ലെസ് ദാൻ 33 എന്ന് എഴുതാം 33ൽ നിന്നും 1 ലെസ് ആണ് അല്ലേ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം 2 മോർ ദാൻ 30 എന്ന് എഴുതിയിട്ടുണ്ട് 30 പ്ലസ് 2 32 ആണ് 35 മൈനസ് 3 എന്താണ് 35 മൈനസ് 3 32 ആണ് 31 പ്ലസ് 1 32 ആണ് അങ്ങനെ എങ്ങനെയൊക്കെ 32 കിട്ടുമോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഫ്ലവറിൽ എഴുതാം അല്ലേ എങ്ങനെയൊക്കെ 32 കിട്ടും അതിൻ്റെ ഡിഫറെൻറ്റ് വേസ് അല്ലേ അങ്ങനെയാണ് ഈ ബോക്സ് ഫില്ല് ചെയ്യേണ്ടത് ഈ ഫ്ലവർ ഫില്ല് ചെയ്യേണ്ടത് 30 പ്ലസ് 2 എന്ന് എഴുതി കൂടെ 32നെ അതേപോലെ തന്നെ 33 മൈനസ് 1 എന്ന് എഴുതാം അല്ലേ 33ന്ന് 1 മൈനസ് ചെയ്തതാണ് അതുപോലെ നമ്മൾ പറഞ്ഞു 35ന്ന് 3 ലെസ് ആണ് അല്ലേ 3 ലെസ് ദാൻ 35 അല്ലെങ്കിൽ 1 ലെസ് ദാൻ 33 അല്ലേ അങ്ങനെ എഴുതാം 1 കുറവാണ് 1 ലെസ് ദാൻ 33 എന്ന് എഴുതാം അതുപോലെ 3 ലെസ് ദാൻ 35 എന്ന് എഴുതാം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 2 മോർ ദാൻ 30 ഇവിടെ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ 32 കിട്ടുമോ അങ്ങനെയൊക്കെ ഈ ഫ്ലവർ ഫില്ല് ചെയ്യാം നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ലെറ്റ്സ് ഫൈൻഡ് അല്ലേ റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനാണ് 99 കഴിഞ്ഞാൽ 100 ആണ് നെക്സ്റ്റ് നമ്പർ 101 ആണ് അപ്പോൾ ഇവിടെ എന്താണ് 121 ഇതിൻ്റെ മുന്നുള്ള നമ്പർ ഏതാണ് 120 അല്ലേ 120 121 നെക്സ്റ്റ് 122 അല്ലേ ഇതിൻ്റെ മിസ്സിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ ഇതിൻ്റെ തൊട്ട് മുന്നുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള നമ്പറും അല്ലേ 150 തന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ ഏതാണ് 149 അല്ലേ 149 150 151 അല്ലേ അപ്പോൾ അതിൻ്റെ മുന്നുള്ള നമ്പറും ശേഷമുള്ള നമ്പറും അല്ലേ 1 അല്ലേ ഇവിടെ 2 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്പർ 1 ഇതിൻ്റെ ശേഷമുള്ള നമ്പർ 3 അല്ലേ അങ്ങനെ മിസ്സിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഇതിൻ്റെ നമ്പർ 121ൻ്റെ മുന്നേ ഏതാണ് 120 121 122 ബി ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ് അല്ലേ കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ് 110 ആണ് ഇവിടെ 120 130 അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും 140 150 നമ്മൾക്കറിയാം അല്ലേ 10 കഴിഞ്ഞാൽ നെക്സ്റ്റ് 20 30 40 അല്ലേ നമ്മൾ 10 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അല്ലേ 10 20 30 40 50 ഇതാണെങ്കിൽ 50 100 എന്ന് തന്നിട്ടുണ്ട് നെക്സ്റ്റ് എന്തായിരിക്കും 150 നെക്സ്റ്റ് എന്തായിരിക്കും 200 ഇതെന്താണ് 50 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അപ്പോൾ 10 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ഫസ്റ്റത്തത് 110 120 130 140 ഇതല്ലേ നെക്സ്റ്റ് 150 അല്ലേ 10 20 30 40 50 നെക്സ്റ്റ് എന്താണ് ഒന്ന് മൈനസ് ചെയ്തിട്ടുണ്ടല്ലേ 10 മൈനസ് ചെയ്തിട്ടില്ലേ കുറഞ്ഞു വരുന്നതാണ് 160 കഴിഞ്ഞിട്ട് 150 ആയി അല്ലേ താഴോട്ട് പോകുന്നു നെക്സ്റ്റ് 140 ആയി അപ്പോൾ നെക്സ്റ്റ് 130 എങ്ങനെ ഇങ്ങോട്ടില്ലേ നെക്സ്റ്റ് എന്തായിരിക്കും 120 130 കഴിഞ്ഞാൽ 120 ഇങ്ങനെ താഴോട്ട് പോകുന്നതും മുകളിലോട്ട് കൂടി പോകുന്നതും 10 ഇൻക്രീസ് ചെയ്തില്ലേ കൂടി പോകുന്നതും 10 ഡിഗ്രീസ് ചെയ്തില്ലേ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആക്ടിവിറ്റി 5 ലെറ്റ്സ് ഡ്രോ ക്വസ്റ്റ്യൻ എ ലെറ്റ്സ് ഡ്രോ ദി മാച്ചിങ് വൺസിന് ഡ്രോ ചെയ്യാനാണ് അപ്പോൾ എന്താ ഇതേ ഷേപ്പിലുള്ള ഏതാണ് ബോൾ അല്ലേ അപ്പോൾ ഇതേ ഷേപ്പിലുള്ളത് ഇതിലേതാണ് ഇതേ ഷേപ്പുള്ളത് ഇത് അല്ലേ ഇതേ ഷേപ്പിലുള്ളത് ബിസ്ക്കറ്റ് അപ്പോൾ അതെന്താണ് അതിന് മാച്ചായിട്ട് യോജിപ്പിക്കുക ഇതേ ഷേപ്പല്ല ഇതിന് ഇതേ ഷേപ്പിലുള്ളത് അതിനേക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇതുള്ളത് അപ്പോൾ അത് മാച്ചായിട്ടുള്ള ഷേപ്പ് യോജിപ്പിക്കുക ഹൂ ഈസ് നെക്സ്റ്റ് അല്ലേ ബി ക്വസ്റ്റ്യൻ ഹൂ ഈസ് നെക്സ്റ്റ് അടുത്തത് ആരാണ് ടിക്ക് ദി കറക്റ്റ് വൺ അല്ലേ കറക്റ്റ് വണ്ണിന് ടിക്ക് ചെയ്യാനാണ് നെക്സ്റ്റ് ആരായിരിക്കും അല്ലേ ഇവിടെ ഈ ബോക്സ് നോക്കൂ ഈ സ്ക്വയറിൽ ഫസ്റ്റ് ഈ മൂലയിലാണ് ട്രയാങ്കിൾ ഉള്ളത് നെക്സ്റ്റ് ഈ
തലക്കലായില്ലേ ഈ എൻഡിലേക്ക് വന്നു. നെക്സ്റ്റ് ഈ എൻഡിലേക്കില്ലേ 3 മൂന്നാമത്തെ ഈ നാലാമത്തെ ഈ എൻഡിൽ ഒറ്റൊന്നുമില്ലല്ലോ, ഏത് ഭാഗത്തും ഇല്ല. അപ്പോൾ ഈ എൻഡിലാണ് ട്രയാങ്കിൾ വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതും എന്താണ് ഈ എൻഡിലാണുള്ളത്. നെക്സ്റ്റ് സർക്കിൾ നോക്കുക, ഈ എൻഡിലാണ് വരേണ്ടത്. സർക്കിൾ എവിടെയുള്ളത്, ഫസ്റ്റ് ഈ എൻഡിലായിരുന്നു, പിന്നെ നെക്സ്റ്റ് ഈ രണ്ടാമത്തെ ഈ എൻഡിലേക്ക് പോയി, നെക്സ്റ്റ് ഈ മൂന്നാമത്തെ ഈ എൻഡിലേക്ക്, ഈ നാലാമത്തെ ഈ എൻഡിലെ ഫസ്റ്റത്തെ ഈ എൻഡിൽ എവിടെയില്ലല്ലോ സർക്കിളില്ല. അപ്പോൾ ഈ ഫസ്റ്റത്തെ എൻഡിൽ സർക്കിൾ വരുന്ന ഈ പിക്ചറിലെ ഇതാണ് ശരിയായിട്ടുള്ളത്, ടിക്ക് ചെയ്യുക അല്ലേ. ഫസ്റ്റത്തെ എൻഡിൽ സർക്കിൾ വരുന്നതും അതുപോലെ നാലാമത്തെ എൻഡിൽ ഇതിലൊന്നിനും ട്രയാങ്കിൾ ഇല്ലല്ലോ. നോക്ക്, ഇവിടെ ഇല്ല ട്രയാങ്കിൾ, ഇവിടെയില്ല, ഇവിടെ ഇല്ല ട്രയാങ്കിൾ. അതുപോലെ സർക്കിൾ എവിടെയൊക്കെ ഇല്ലാത്തത്, സർക്കിൾ ഇല്ലാത്തത് സർക്കിൾ ഈ എൻഡിൽ ഒരു എവിടെയില്ലല്ലോ, ഈ തലക്കല്ലേ ഈ ഒരു എൻഡിലായിട്ട് എവിടെയില്ല സർക്കിളില്ലേ, ഈ ഫസ്റ്റത്തെ എൻഡിൽ എവിടെയില്ല സർക്കിൾ. അപ്പോൾ ഫസ്റ്റത്തെ എൻഡിൽ സർക്കിൾ വേണം അല്ലേ. അതുപോലെ ലാസ്റ്റത്തെ എൻഡിൽ ട്രയാങ്കിളില്ലേ, ഈ മൂന്നെണ്ണത്തിലും ട്രയാങ്കിൾ ഇല്ല. അപ്പോൾ ലാസ്റ്റത്തെ എൻഡിലാണ് അടുത്തതിന് വേണ്ടത് ട്രയാങ്കിൾ വരേണ്ടത്. അപ്പം അങ്ങനെയാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് സർക്കിൾ ദി ഓഡ് വൺ അല്ലേ. ഇതിൽ ഓഡ് വൺ ഒറ്റപ്പെട്ടത് ഏതാണ്, ഓഡ് വൺ. ഇതൊക്കെ ഒരേ ഷേപ്പാണ് അല്ലേ, ഇതൊരു വ്യത്യസ്ത ഷേപ്പാണ്, അതിനെ നമുക്ക് സർക്കിൾ ചെയ്യാം. ഈ ചോക്ലേറ്റിന് വേറൊരു ഷേപ്പാണ് അല്ലേ, ട്രയാങ്കിളും ഇങ്ങനെയൊക്കെയുള്ളൊരു ഡബിൾ റൗൺ ചോക്ലേറ്റിൻ്റെ ഷേപ്പില്ലേ, ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ്. അതുകൊണ്ട് ഇതാണ് ഓഡ് വണ്ണിലെ ഒറ്റപ്പെട്ടത്, ഓഡ് വൺ ഒറ്റപ്പെട്ടതിന് സർക്കിൾ ചെയ്യാനാണ്. ഇതൊക്കെ ഒരേപോലത്തെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടുള്ളത് ഓഡ് വൺ ആയിട്ടുള്ളത് ഈ ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിനൊരു സർക്കിൾ കൊടുക്കുക അല്ലേ, സർക്കിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരട്ടെ, അത് നിങ്ങളുടെ എക്സാമൊക്കെ നല്ല എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.